നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ചേച്ചി എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ബോധമില്ലാണ്ടായോ മുത്തശ്ശിക്ക്? അച്ഛൻ സമ്മതിക്കണ്ടേ? എന്താ ഇത്? എല്ലാരും അവിടെ തന്നെ നിൽക്കുന്നേ. വരൂ. ദാ വരുന്നു. അവന്റെ കണ്ണിൽ നീ പെടാൻ പാടില്ല. എന്റെ ലൈഫ് വെച്ചാ കളിക്കുന്നതെന്ന് മറക്കണ്ട. എല്ലാം എടുത്തു വെച്ചല്ലോ മോളെ? എല്ലാം വച്ചിട്ടുണ്ടമ്മേ. അയ്യോ, ഇന്നലെ ഉണ്ടാക്കിയ സ്പെഷ്യൽ ഹൽവ എടുത്തില്ല. ഞാൻ അതോടെ എടുത്തിട്ട് വരാവേ. ദേവൻ എവിടെ? പുറപ്പെടാനുള്ള സമയമായല്ലോ. ദേവേട്ടൻ അമ്പലത്തിൽ നിന്ന് വന്നപ്പോ കുറച്ച് സമയമായല്ലോ അമ്മേ. റെഡി ആയിക്കൊണ്ടിരിക്കുക. ഇതെല്ലാം നീ തന്നെ നോക്കിയെടുത്ത് വെച്ചതാണോ? ഞാനല്ല, രാധിക മോളെ എല്ലാം എടുത്തു വെച്ചത്. അവളുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ചയും വരില്ല. നല്ല ഒരു കാര്യത്തിന് പോകുന്നതാ. ആ നശിച്ചവളുടെ കൈകൊണ്ട് എന്തിനാ എടുപ്പിച്ചത്? അമ്മ, ഹൽവയും കൂടി വെക്കട്ടെ. എന്ത് കാര്യം പറഞ്ഞാലും കേക്കരുത്. നിന്നോട് തുടരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ തുടരണമെന്ന് എന്താ ഇത്ര വാശി? അമ്മേ, ഉണ്ടാക്കിയതെല്ലാം അവള് തന്നെയല്ലേ, പിന്നെ എടുത്തു വെക്കുന്നത് കൊണ്ട് എന്താ? ഞാൻ വെറുതെ കൂട്ടു നിന്നല്ലേ ഉള്ളൂ. നീ വെറുതെ നിന്നെങ്കിലും നിന്റെ മനസ്സ് ശുദ്ധമാ. പക്ഷെ ഈ പണിയെടുത്തു എന്ന് പറയുന്ന ഇവളുടെ മനസ്സുണ്ടല്ലോ, അതില് ദുഷ്ടബുദ്ധി മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞാ ഇത് കൊണ്ടുപോയി വേറെ ഒരിടത്ത് കൊടുക്കാൻ എനിക്ക് വിശ്വാസമില്ല. എന്തിനാ മുത്തശ്ശി അങ്ങനെയൊക്കെ പറയുന്നേ? പ്രിയയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നൊരു കാര്യം മോശമാവാൻ ഞാൻ താല്പര്യം കാണിക്കുവോ? കാണിക്കും. ആ കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. അവൾക്ക് കിട്ടിയ ഒരു നല്ല ബന്ധം ഇല്ലാതാക്കാൻ നിന്നെ കൊണ്ടാവുന്നതൊക്കെ നീ ചെയ്യുന്നുണ്ടല്ലോ. എന്നാ പിന്നെ നമുക്ക് ഇറങ്ങിയാലോ? മോളെ, സാധനങ്ങളൊക്കെ എടുക്ക്. അവള് വരുന്നില്ല. അതെന്താ? വരണ്ടാന്ന് ഞാൻ പറഞ്ഞു. ചടങ്ങ് നടത്താൻ ഇപ്പൊ നമ്മുടെ ആവശ്യമല്ലേ ഉള്ളൂ. എന്തൊക്കെയാ അമ്മയെ പറയുന്നത്? നമ്മുടെ ഈ കുടുംബത്തിലുള്ള എല്ലാവരും ഒന്നിച്ചല്ലേ പോകേണ്ടത്. അതിന് രാധിക മോളെ മാത്രം എന്തിനാ മാറ്റി നിർത്തുന്നേ? അച്ഛാ, നിങ്ങൾ പോയിട്ട് വരൂ. അതിലെനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് കുഴപ്പമുണ്ട്. എന്റെ ഇളയ മകളെ കെട്ടിച്ചയച്ച വീട്ടില് ഒരു ചടങ്ങ് നടക്കുന്നു. അപ്പൊ എന്റെ മൂത്ത മകള് എന്റെ കൂടെ ഉണ്ടാവണം. അതെന്റെ താല്പര്യ. അതെ, അമ്മ പറയുന്നതിലും കാര്യമില്ലേ? എന്ത് കാര്യം? ഇവളൊരു അനാഥ പെണ്ണല്ലേ. അങ്ങനെ ഒരുത്തി കണിമംഗലത്തിന്റെ അകത്ത് കയറി നിരങ്ങുന്നത് അവർക്ക് ഇഷ്ടമില്ലെങ്കിലോ? രാധിക മോൾ അനാഥയാണെന്ന് അവരോട് അമ്മ കഷ്ടപ്പെട്ട് പറഞ്ഞു മനസ്സിലാക്കിയോണ്ടല്ലേ? അല്ലെങ്കിൽ അവര് പോലും എന്റെ മകളെന്നല്ലേ വിചാരിക്കൂ. ഇനിയിപ്പോ ആർക്ക് അംഗീകരിച്ചു തരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇവൾ എന്റെ മകളാ, എന്റെ മൂത്ത മകള്. ഈ ചടങ്ങിന് പോകുന്നുണ്ടെങ്കിൽ ഇവൾ എന്റെ കൂടെ ഉണ്ടാവും. അല്ലെങ്കിൽ ഈ ചടങ്ങില്ല. അയ്യോ, എന്താ ഈ പറയുന്നേ? ഇത് എന്റെ തീരുമാനമാണ്. അത് മറികടക്കാൻ ആരും ശ്രമിക്കണ്ട. അച്ഛാ, എനിക്കിവിടെ ചെയ്തു തീർക്കാൻ കുറച്ച് പണികളൊക്കെ ഉണ്ട്. പിന്നെ അമ്പലത്തിന്റെ അവിടേക്ക് പോകാൻ വേണം. നിങ്ങൾ എന്തായാലും പോയിട്ട് വാ. ഇതാരെ പേടിച്ച നീ ഇതിപ്പോ പറയുന്നത്? ആരെ പേടിച്ചാലും ശരി, നീ എന്റെ കൂടെ വരുന്നു. യശോദേ, ഇറങ്ങാൻ നോക്ക്. സത്യം പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞതിന് ശേഷമുള്ള ഇത്തരം ചടങ്ങുകളൊക്കെ ഒഴിവാക്കേണ്ട സമയം കഴിഞ്ഞു. എല്ലാവർക്കും ബുദ്ധിമുട്ടല്ലേ? അവര് വന്നു. നീ എവിടെ പോന്നു? ഒന്ന് ടോയ്ലറ്റിൽ പോട്ടെ. എന്താ അതിന് വില കാണാം?
മോളെ ആ അച്ഛാ ഇതൊക്കെ ഒന്ന് അകത്തേക്ക് വെക്കാൻ സഹായിക്കാം. ആ, ബിജു ഞാൻ എടുത്തോളാം. ആ നമസ്കാരം. വരൂ തിരുമേനി വരൂ. എന്നെ തിരിച്ചുകൊണ്ടോണ്ടാണ് വന്നേ. ചേച്ചി എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ബോധമില്ലാണ്ടായോ മുത്തശ്ശിക്ക്? അച്ഛൻ സമ്മതിക്കണ്ടേ? എന്താ ഇത് എല്ലാരും അവിടെ തന്നെ നിൽക്കുന്നേ? വരൂ. ആ ദാ വരുന്നു. അവന്റെ കണ്ണിൽ നീ പെടാൻ പാടില്ല. എന്റെ ലൈഫ് വെച്ചാ കളിക്കുന്ന മറക്കണ്ട. ആ വരൂ, ഇരിക്കൂ. വരൂ. ഇരിക്കൂ. സുഖാണോ മോനെ? അതെ അമ്മേ. അല്ല വരുണ എവിടെ? അവനിപ്പോ റൂമിലേക്ക് പോയതേ ഉള്ളൂ. പുറത്തേക്ക് വരുമെന്ന് കണ്ടറിയണം. അല്ല, അവന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും വിളിച്ചാലേ ഒറ്റ ഇരിപ്പ് അവനങ്ങ് ഇരുന്ന് കളയും. കേട്ടോ തിരുമേനി, അസ്ഥാനത്ത് കയറി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാൻ ഞങ്ങളുടെ കൽപ്പനയെ കഴിഞ്ഞ് വേറെ ആളുള്ളൂ. മോളെ പ്രിയങ്കേ, ആ. അതൊക്കെ എടുത്ത് എല്ലാവർക്കും കൊടുക്കും മോളെ. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാ. ഇനി ഇപ്പൊ ഇതൊക്കെ അയൽവക്കത്ത് വിതരണം ചെയ്യണം. അതിന്റെ പാത്രം തിരിച്ചു വാങ്ങണം. അല്ലാതെ ഇവിടെ ആരാ ഇതൊക്കെ കഴിക്കുന്നത്? അല്ല നീ എപ്പോഴാ ഉർവശി ന്യൂ ജനറേഷൻ ആയത്? എനിക്ക് ഈ വീട്ടു പലഹാരങ്ങളെന്ന് പറഞ്ഞാല് അതിനേക്കാൾ പ്രിയം വേറൊന്നുമില്ല. എടുത്തോളൂ. ബിജു, വരുണിനെ ഇങ്ങോട്ട് വിളിച്ചോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.